ഗുരുതര ലൈംഗികാരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും കുരുക്ക് മുറുകുകയാണ്. ഒന്നാം ബലാത്സംഗ കേസിലെ യുവതിയുടെ ഭർത്താവ് ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. തന്റെ കുടുംബജീവിതം തകർത്തെന്ന് മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിരിക്കുകയാണ് ഇയാൾ. രാഹുലിനെതിരെ BNS 84 പ്രകാരം കേസ് എടുക്കണമെന്നാണ് പരാതിക്കാരിയുടെ ഭർത്താവിന്റെ ആവശ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വീണ്ടും മത്സരിക്കുമോ എന്ന ചോദ്യങ്ങൾ സജീവമായിരിക്കെയാണ് MLAക്കെതിരെ പരാതിക്കാരിയുടെ ഭർത്താവ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വിവാഹിതയാണെന്നറിഞ്ഞിട്ടും രാഹുൽ തന്റെ ഭാര്യയുമായി വഴിവിട്ട ബന്ധം സ്ഥാപിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. തനിക്ക് വലിയ മാനനഷ്ടം ഉണ്ടാകുകയും കുടുംബജീവിതം തകരുകയും ചെയ്തു. മാതാപിതാക്കളുടെ ഏക മകനായ താൻ നാട്ടിലാണ് താമസിച്ചിരുന്നത്. ഭാര്യ ജോലിയുടെ ഭാഗമായി ഒറ്റയ്ക്കായിരുന്നു താമസം. തന്റെ അസാന്നിധ്യം അവസരമാക്കി രാഹുൽ തന്റെ ഭാര്യയെ വശീകരിച്ചു. ഭർത്താവുമായുള്ള ബന്ധം വഷളായ സമയത്താണ് യുവതിയെ പരിചയപ്പെട്ടതെന്നും പ്രശ്നം പരിഹരിക്കാൻ ഇടപെടുകയാണ് ചെയ്തതെന്നുമായിരുന്നു രാഹുലിന്റെ വാദം. എന്നാൽ ഇത് പൂർണ്ണമായി തള്ളുന്ന തരത്തിലുള്ള പരാതിയുമായാണ് യുവതിയുടെ ഭർത്താവ് എത്തിയിരിക്കുന്നത്. പ്രശ്നം പരിഹരിക്കാനായിരുന്നെങ്കിൽ രാഹുൽ എന്തുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടില്ലെന്നാണ് പരാതിക്കാരിയുടെ ഭർത്താവിന്റെ ചോദ്യം. പരാതിയും കേസുമായി യുവതി മുന്നോട്ട് പോയപ്പോൾ സംഭവത്തിൽ യഥാർത്ഥ ഇര താനാണെന്നും വലിയ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നെന്നും ഇയാൾ പറയുന്നു. തന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്തു. മാനസികമായി തളർന്ന താൻ കേസുമായി മുന്നോട്ടു പോകും. ആവശ്യമെങ്കിൽ കൂടുതൽ തെളിവുകൾ കൈമാറും. 2 മാസം മാത്രം നീണ്ടുനിന്ന കുടുംബജീവിതം തകരാൻ കാരണം രാഹുലായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ തന്റെ ലൈംഗിക ശേഷിയെ പോലും ചോദ്യം ചെയ്തുകൊണ്ടുള്ള മോശപ്പെട്ട പ്രതികരണങ്ങൾ കാണാനിടയായി. മാനസികമായി തകർച്ചയിലേക്ക് നയിച്ചു. കുടുംബത്തിന്റെ അഭിമാനത്തിന് ക്ഷതമേറ്റുവെന്നും അതിജീവിതയുടെ ഭർത്താവ് നൽകിയ പരാതിയിൽ പറയുന്നു. നേരത്തെ യുവതിയുടെ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം ഭർത്താവിന്റെ മൊഴി എടുത്തിരുന്നു. രാഹുലിനെതിരെ 2 കേസുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച കോടതി അവസാന വാദത്തിലേക്ക് കടക്കാനിരിക്കെയാണ് യുവതിയുടെ ഭർത്താവിന്റെ ഈ സർപ്രൈസ് എൻട്രി. അതേസമയം ബലാത്സംഗ പരാതിയിൽ സത്യം ജയിക്കുമെന്നും സത്യം മാത്രമേ ജയിക്കാവൂ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. നല്ല ആത്മവിശ്വാസമുണ്ടെന്നും രാഹുൽ പറയുകയും ചെയ്തു. അച്ചടക്ക നടപടി പിൻവലിച്ചാൽ രാഹുലിന് പാലക്കാട് മത്സരിക്കാൻ യോഗ്യതയുണ്ടെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം PJ കുര്യൻ വ്യക്തമാക്കിയിരുന്നു. നടപടി പിൻവലിക്കണോ എന്നത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെന്നും ഇതിൽ ധാർമ്മികതയുടെ പ്രശ്നമില്ലെന്നും PJ കുര്യൻ പറഞ്ഞു. CPM-നില്ലാത്ത ധാർമ്മികത ഇവിടെ എന്തിനാണെന്നും ആരോപണ വിധേയരായ CPM നേതാക്കൾ പദവിയിൽ തന്നെ തുടരുന്നുണ്ടല്ലോ എന്നും ചോദിച്ചായിരുന്നു രാഹുലിനെ പിന്തുണച്ച് അദ്ദേഹം രംഗത്തെത്തിയത്. കുര്യന്റെ പ്രതികരണത്തിൽ ആശ്വസിച്ചു നിന്ന് രാഹുലിനേറ്റ കനത്ത തിരിച്ചടിയായാണ് പുതിയ പരാതി വന്നിരിക്കുന്നത്. മാസങ്ങൾക്കകം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ രാഹുലിനെതിരെ വീണ്ടും പരാതികൾ ഉയർന്നു വരുന്നതാണ് നാം ഇപ്പോൾ കാണുന്നത്. പാലക്കാട് രാഹുൽ വീണ്ടും മത്സരിക്കാനിടയുണ്ടെന്ന വാർത്തകൾ പരക്കുന്നതിനിടെയാണ് പുതിയ പരാതിയുമായി അതിജീവിതയുടെ ഭർത്താവ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതോടെ രാഹുലിന് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിക്കാൻ അവസരം കിട്ടുമെന്ന പ്രതീക്ഷയ്ക്കാണ് മങ്ങലേറ്റിരിക്കുന്നത്. രാഹുലിനെതിരെ വന്ന ഈ പരാതിയിൽ നിലവിൽ കോൺഗ്രസ് നേതാക്കൾ ആരും പ്രതികരിച്ചിട്ടില്ല. എന്നാൽ എത്രയൊക്കെ ആരോപണങ്ങളും പരാതികളും രാഹുലിനെതിരെ വന്നാലും അതിനെയെല്ലാം നിസ്സാരവൽക്കരിക്കുന്ന തരത്തിലെ സമീപനമാണ് കോൺഗ്രസും നേതാക്കന്മാരും മുൻപ് കാഴ്ചവെച്ചിട്ടുള്ളത്. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പുറമെ പറഞ്ഞ് രഹസ്യമായി സംരക്ഷിക്കുകയാണെന്ന വിമർശനങ്ങളും ഒരു ഭാഗത്തു നിന്ന് ഉയരുകയാണ്. രാഹുൽ കോടതിയിൽ ഉന്നയിച്ച വാദങ്ങൾ പോലും തകർക്കുന്ന പരാതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ ഇനി രാഹുലിന് മേൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകാനാണ് സാധ്യത. എന്തായാലും ഒന്നിനു പുറകെ ഒന്നായി രാഹുലിനെതിരെ പരാതികൾ ഉയർന്നു വരികയാണ്. രാഹുൽ വിഷയത്തിൽ ഇനി എന്തെല്ലാം കേസ് കാണേണ്ടി വരുമെന്ന് കണ്ടു തന്നെ അറിയണം.